എൻ്റെ പേര് സിസ്റ്റർ ബിനു. ഞാൻ ആന്ധ്രാപ്രദേശ് സിസ്റ്റേഴ്സ് ഓഫ് ഗുഡ് ന്യൂസ് ഏലൂർ രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രത്യേകിച്ച് ശാരീരിക അനുഗ്രഹങ്ങൾക്കൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം ഞാൻ ആദ്യത്തെ 2 ദിവസം വിടുന്ന ബ്രദേഴ്സും അച്ഛനൊക്കെ മെസ്സേജ് പറഞ്ഞോളൂ, സിസ്റ്റേഴ്സിനൊന്നും കാര്യമായിട്ടൊന്നും അനുഗ്രഹങ്ങൾ ഫിസിക്കലായിട്ട് പറയുന്നില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ തോന്നി. അപ്പോൾ 2-ാം ദിവസം കൗൺസിലിങ്ങിന് പോയപ്പോൾ ബ്രദർ എന്നോട് ചോദിച്ചു, സിസ്റ്ററിന് കൈ ഉയർത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് കൈ ഉയർത്തത്തില്ല, ഒന്ന് വലത് കൈ ഒന്ന് ഉയർത്താൻ പറഞ്ഞു. അപ്പോൾ ഭാഗികമായിട്ട് എനിക്ക് ഉയർത്തത്തുള്ളൂ. ബ്രദർ പറഞ്ഞു, ഇടത് കൈ കൊണ്ടൊന്ന് താങ്ങി ഉയർത്ത് നോക്കി. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈശോ സുഖപ്രദമായിട്ട് കാണുന്നുണ്ട്, വ്യാഴാഴ്ച സിസ്റ്റർ പോയി സാക്ഷ്യം പറയണം. അപ്പം ഞാനങ്ങ് തീരുമാനമൊന്നും എടുത്തില്ല, എൻ്റെ മനസ്സിലത് ഇരുന്നു. 2ാമതും എന്നോട് പറഞ്ഞു, സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞിരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ വ്യാഴാഴ്ച അന്നത്തെ ദിവസത്തെ ആരാധന കഴിഞ്ഞിട്ടും എനിക്ക് കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ ഞാനിരുന്ന് എനിക്ക് വന്ന അന്നോട്ട് പല്ലുവേദനയുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്കോ എന്തെങ്കിലും ഒരു അടയാളം, ഞാൻ ഇവിടെ ധ്യാനത്തിന് വരുന്നത് എൻ്റെ ജൂബിലി വർഷമാണ്, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഇവിടുന്ന് കിട്ടിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പോവില്ല എന്ന് അടയാളമായിട്ട് എനിക്ക് എന്തെങ്കിലും ഇവിടുന്ന് തരണം. അപ്പം ഞാൻ തന്നെ ചോദിക്കാനുള്ള 2 അടയാളം ഞാൻ വെച്ചു. ഒന്ന് എൻ്റെ ഈ പല്ലുവേദനയും, പിന്നെ എനിക്ക് ഷോൾഡർ വേദന ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ചു. ഈ സൈഡിലൊരു മുഴ ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ചു. ഇതിൽ 2-ൽ ഈശോ ഇടപെട്ടാൽ ഞാൻ വിശ്വസിക്കാവുന്ന. ആ സമയത്താണ് ഇവിടെ ആരാണ് സമയത്ത് പറയുന്നത്, പല്ലുവേദനയുള്ളൊരു സിസ്റ്ററിനെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ടും അടയാളങ്ങൾ കൂടി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വളരെ നെഗറ്റീവ് എനർജി ആയിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതിലേക്ക് വന്നിരുന്നത്. കാരണം നമ്മൾ ആദ്യം ചെയ്യുന്നത് ബ്രഷ് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ചോളം കൈ മടക്കി ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇടത് കൈ കൊണ്ട് വേണം ഞാൻ ബ്രഷ് ചെയ്യാൻ. പിന്നെ തല ചെയ്യുക, അതെന്നെ കൊണ്ട് പറ്റത്തില്ല. ഇടത് കൈ കൊണ്ട് തല ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുപോലെ ഡ്രസ്സ് ഊരാൻ എന്നെ കൊണ്ട് സാധിച്ചിരുന്നില്ല. നമ്മൾ അറിയാതെ ഒരു ഹാങ്കറിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ കൈ എൻ്റെ ഉയരില്ല, ഇത്രയും അങ്ങ് പൊക്കിയ കൈ ഞാൻ താത്തി ഇടത് കൈ കൊണ്ട് എടുക്കുമായിരുന്നു. അതുപോലെ ബോൾട്ട് ഇടാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഇവിടെ വന്ന് ഞാൻ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും കൈയടിക്കാനും കൈവർത്തി പാടാനും ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും കുട്ടികളെ പോലെ അനുസരിക്കാനും തുടങ്ങിയപ്പോൾ ഈശോ എൻ്റെ അറിവത്തിൽ ഇടപെട്ടു. എനിക്ക് പരിപൂർണമായ സഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാ വേദനയും മാറി. എനിക്കൊരു 5-6 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ ഒരിക്കലും ഇരുന്നിട്ടില്ല. കാലിന് വേദന പൂർണ്ണമായിട്ട് മാറി. അത് മാറിയിട്ടില്ല. ബാക്കിയൊക്കെ മാറി. അതിന് വേദന ഉണ്ടായിരുന്നു, ആ വേദന മാറി.